DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബാങ്കുകളിലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലും നിക്ഷേപങ്ങൾ നടത്തുന്നത് പതിവാണ്. എന്നാൽ ബാങ്ക് അക്കൗണ്ടുകളിലോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ ഒക്കെ 10 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ തുക ഒരു വർഷം നിക്ഷേപിച്ചാൽ പ്രശ്നമാകുമോ, അല്ലെങ്കിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിയമ നടപടികൾ നേരിടേണ്ടി വരുമോ എന്നൊക്കെ നിരവധി പേർക്ക് സംശയമുണ്ട്. ഇത്തരത്തിൽ നിയമത്തിന്റെ ഈ നൂലാമാലകളൊക്കെ ഭയന്ന് കുറവ് നിക്ഷേപങ്ങൾ നടത്തുന്ന നിരവധി പേരുണ്ട്. എന്നാൽ ഈ സംശയത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്നാണ് ഈ വീഡിയോ വഴി നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ഏപ്രിൽ 1 ആരംഭിച്ച് മാർച്ച് 31 അവസാനിക്കുന്ന ഒരു സാമ്പത്തിക വർഷത്തിൽ 10 ലക്ഷം രൂപയിൽ കൂടുതൽ തുക ഒരു വ്യക്തി ബാങ്കിലോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലോ നിക്ഷേപിക്കാൻ പാടില്ല എന്ന് ഒരു നിയമവുമില്ല. അതായത് ഒരു വ്യക്തിക്ക് എത്ര തുക വേണമെങ്കിലും ബാങ്കിലോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലോ നിക്ഷേപിക്കാം. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം ലീഗലായിട്ടുള്ള പണമായിരിക്കണം. അതായത് കള്ളപ്പണമാകാൻ പാടില്ല. നിങ്ങളുടെ പണത്തിന് വ്യക്തമായൊരു സ്രോതസ് ഉണ്ടായിരിക്കണം. ഒരു വ്യക്തി ഒരു സാമ്പത്തിക വർഷത്തിൽ 10 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ബാങ്കിലോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലോ ഒക്കെ നിക്ഷേപിച്ചാൽ, അതായത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അക്കൗണ്ടിലൊക്കെ നിക്ഷേപിച്ചാൽ ആ കാര്യം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടും. എന്നാൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന ഈ പണം ലീഗലായിട്ടുള്ള പണമാണെങ്കിൽ, അതായത് നിങ്ങളുടെ പണത്തിനും വ്യക്തമായിട്ടുള്ളൊരു സ്രോതസ് നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നമോ നിയമ നടപടികളോ ഒന്നും നേരിടേണ്ടി വരില്ല. ഇനി നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേണിൽ ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങളുടെ കാര്യം പരാമർശിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നോട്ടീസ് വന്നേക്കാം. അതായത് ഒരു എക്സ്പ്ലനേഷൻ ചോദിച്ചേക്കാം. അത്തരത്തിലൊരു നോട്ടീസ് വരുമ്പോൾ നമ്മൾ നിക്ഷേപിച്ച ഈ പണത്തിന്റെ വ്യക്തമായ സോഴ്സ് നിങ്ങൾക്ക് വിശദീകരിക്കാൻ സാധിച്ചാൽ, നിങ്ങളുടെ ആ വിശദീകരണത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് നിയമ നടപടികളൊന്നും നേരിടേണ്ടി വരില്ല. മാത്രമല്ല, നിങ്ങൾക്ക് തുടർന്നും നിക്ഷേപങ്ങൾ നടത്താം. എന്നാൽ നിങ്ങളുടെ വിശദീകരണത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് തൃപ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് നിയമ നടപടികളും ചിലപ്പോൾ പിഴയും ഒക്കെ അടയ്ക്കേണ്ടി വന്നേക്കാം. അതായത് നിങ്ങൾ നിക്ഷേപിച്ച പണം കള്ളപ്പണമാണെങ്കിൽ, അല്ലെങ്കിൽ സോഴ്സ് വ്യക്തമാക്കാൻ സാധിക്കാത്ത പണമാണെങ്കിൽ പിഴയും തടവും മറ്റ് നിയമ നടപടികളൊക്കെ നേരിടേണ്ടി വരും. പല സാമ്പത്തിക വർഷത്തിലാണ് നിങ്ങൾ പണമായി 10 ലക്ഷം രൂപ നിക്ഷേപിക്കുന്നതെങ്കിൽ അത് ഈ പരിധിയിൽ വരില്ല. ഒരു സാമ്പത്തിക വർഷത്തിൽ പണമായി ഒറ്റത്തവണയായി അല്ലെങ്കിൽ പലതവണയായോ 10 ലക്ഷം രൂപയ്ക്ക് നിക്ഷേപം നടത്തപ്പെട്ടാൽ മാത്രമാണ് ഇത്തരത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇനി കറണ്ട് അക്കൗണ്ടുകളുടെ കാര്യത്തിൽ ഈ പരിധി സേവിങ്സ് അക്കൗണ്ടിനേക്കാൾ കൂടുതലാണ്. ഒരു സാമ്പത്തിക വർഷം 50 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ പണമായി നിക്ഷേപിക്കുകയോ പിൻവലിക്കുകയോ ചെയ്താൽ മാത്രമേ ബാങ്കുകൾ ആ വിവരം ആദായനികുതി വകുപ്പിന് റിപ്പോർട്ട് ചെയ്യുകയുള്ളൂ. ബിസിനസ് ആവശ്യങ്ങൾക്കായി വലിയ തുകകൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് സ്ഥാപനങ്ങൾക്ക് ഈ ഇളവ് നൽകിയിരിക്കുന്നത്. സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിസിനസ് സ്വഭാവം അനുസരിച്ച് എത്ര തുക വേണമെങ്കിലും അക്കൗണ്ടിലൂടെ കൈകാര്യം ചെയ്യാം. എന്നാൽ 50 ലക്ഷത്തിന് മുകളിലുള്ള ഓരോ പണമിടപാടും കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതും കണക്കുകളിൽ വ്യക്തതയുള്ളതുമായിരിക്കണം. ഡിജിറ്റൽ ഇടപാടുകൾക്ക് ഇത്തരത്തിലുള്ള പണനിക്ഷേപ പരിധികൾ ബാധകമല്ലെങ്കിലും വലിയ തുകയുടെ ട്രാൻസ്ഫറുകൾ നിരീക്ഷിക്കപ്പെടാം. ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ കാര്യത്തിലും നിയന്ത്രണങ്ങളുണ്ട്. ഒരു സാമ്പത്തിക വർഷം 10 ലക്ഷം രൂപയിൽ കൂടുതൽ FD ഇട്ടാൽ ബാങ്ക് ആ വിവരം റിപ്പോർട്ട് ചെയ്യും. അതൊന്നിലധികം ബാങ്കുകളിൽ ഇട്ടാലും പാൻ കാർഡ് ലിങ്ക് ചെയ്തിട്ടുള്ളതിനാൽ ആദായനികുതി വകുപ്പിന് ഈ വിവരങ്ങൾ ലഭ്യമാകും. പണമായിട്ടാണ് FD ഇടുന്നതെങ്കിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ആദായനികുതി നിയമത്തിലെ സെക്ഷൻ 194N പ്രകാരം ഒരു സാമ്പത്തിക വർഷം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 1 കോടി രൂപയിൽ കൂടുതൽ പണമായി പിൻവലിച്ചാൽ നിശ്ചിത ശതമാനം TDS ഈടാക്കുന്നതാണ്. കഴിഞ്ഞ 3 വർഷം റിട്ടേൺ ഫയൽ ചെയ്യാത്തവർക്ക് ഈ പരിധി 20 ലക്ഷം രൂപ മാത്രമാണ്. വലിയ തുകയുടെ പണമിടപാടുകൾ കുറയ്ക്കാനാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ചുരുക്കത്തിൽ വ്യക്തികൾക്കായാലും സ്ഥാപനങ്ങൾക്കായാലും നിക്ഷേപിക്കുന്ന പണത്തിന് കൃത്യമായ നികുതി അടച്ചിട്ടുണ്ടെങ്കിൽ എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കാം. എന്നാൽ പരിശോധനകൾ ഒഴിവാക്കാൻ 10 ലക്ഷത്തിന് മുകളിലുള്ള നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ കൃത്യമായ രേഖകൾ കൈവശം വയ്ക്കുകയും കൃത്യസമയത്ത് ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കുകയും ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.